ഇനി അത് കഴിഞ്ഞാൽ പിന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇസ്തിആദ ചൊല്ലുക. ഖുർആനിൽ പറഞ്ഞല്ലോ ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ്. ഖുർആൻ ഓതുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം? ശൈത്താനിൽ നിന്ന് അഭയം ചോദിക്കണം, അള്ളാഹുവിനോട് അഭയം ചോദിക്കണം. കൽപ്പനയാണ്. ആ കൽപ്പന നിർബന്ധത്തിനാണോ സുന്നത്തിനാണോ? ഒരാൾ ഖുർആൻ ഓതുകയാണ്, അഊദു ചൊല്ലിയിട്ടില്ല, അയാൾക്ക് കുറ്റം കിട്ടുമോ? നിർബന്ധമാണെങ്കിൽ എന്ത് ചെയ്യും? കുറ്റം കിട്ടും. അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് അയാൾ അർഹനാണ്. സുന്നത്താണെങ്കിൽ അതിൻ്റെ പേരിൽ അയാൾക്ക് ശിക്ഷ ഉണ്ടാവില്ല. ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇവിടെ ഒന്ന് ഹാദ അംറു നദുബിൻ, ഇത് സുന്നത്തിനെ അറിയിക്കുന്ന കൽപ്പനയാണ്, ലൈസ ബി വാജിബ്, നിർബന്ധത്തെ അല്ല. അപ്പോൾ ഒരാൾ അഊദു ചൊല്ലാതെ ഖുർആൻ ഓതിയാലും അയാൾക്ക് എന്തില്ല? കുറ്റമില്ല എന്നാണ്. അപ്പോൾ ഇസ്തിആദ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിക്കൊണ്ട് നിസ്കാരം തുടങ്ങുക. പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം അഊദു ചൊല്ലുക, ശേഷം ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. അഊദു ഒന്നാമത്തെ റക്അത്ത് ചൊല്ലിയാൽ മതി. എല്ലാ റക്അത്തിലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലേണ്ട ആവശ്യമില്ല. ചൊല്ലി ചെയ്ത് അയാൾ നിസ്കാരത്തെ ബാധിക്കൊന്നുമില്ല. ഒന്നാമത്തെ റക്അത്തിൽ ഒരു തവണ എന്ത് ചെയ്താൽ മതി? അഊദു ചൊല്ലിയാൽ മതി. രണ്ടാമത്തത് ബസ്മല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. ബിസ്മി ഉറക്കൻ ഓതണോ പതുക്കൻ ഓതണോ? ഒരാൾ നിസ്കാരത്തിൽ ബിസ്മി ഉറക്കൻ ഓതി, അയാളുടെ നിസ്കാരം ബാത്തിലാവോ? ഇല്ല. നിസ്കാരം എന്താണ്? സ്വീകാര്യോഗ്യമാണ്. എന്നാൽ ഏറ്റവും നല്ലത് എന്താണ്? പതുക്കൻ ഓതുക എന്നുള്ളതാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സല്ലൈതു ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഖൽഫ അബീ ബക്കർ വ ഉമർ വ ഉസ്മാൻ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ ഞാൻ നിസ്കരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നിൽ ഞാൻ നിസ്കരിച്ചു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നിൽ നിസ്കരിച്ചു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിന്നിലും ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ കുറേ കാലം ജീവിച്ച ഒരാളാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അവസാന കാലത്ത് അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ കാണാം. അപ്പോൾ ഇവരൊക്കെ പിന്നിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ നിസ്കരിച്ചു. പക്ഷേ ഫകാനൂ ലാ യജ്ഹറൂന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവരെന്ത് ചെയ്തിരുന്നില്ല? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഉറക്കെ ചൊല്ലിയിരുന്നില്ല എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ബിസ്മി പതുക്കനെയാണ് ഓതിയിരുന്നത്. എന്നാൽ ചില റിപ്പോർട്ടുകളിലൊക്കെ നബി അടക്കം ചെയ്തിരുന്നു, ഉറക്കനെ ഓതിയിരുന്നു എന്ന് കാണാം. അപ്പോൾ ഒരാൾ ബിസ്മി ഉറക്കനെ ഓതിയാൽ അയാൾ ബിദഅത്ത് ചെയ്തു, അയാൾ ഹറാമ് ചെയ്തു, അയാളുടെ നിസ്കാരം ബാത്തിലാണ്. അങ്ങനെയൊന്നുമില്ല. ബിസ്മി ഉറക്കനെ ഓതുന്ന ഇമാമിൻ്റെ പിന്നിലൊക്കെ നിന്നിട്ട് എന്ത് ചെയ്യാം? നിസ്കരിക്കാം. അതൊന്നും നമ്മളെ നിസ്കാരത്തെ ബാധിക്കുന്ന വിഷയങ്ങളല്ല, അതൊന്നും ബിദഅത്തല്ല, ഹറാമല്ല, പാടില്ലാത്ത സംഗതിയൊന്നുമല്ല. ഉറക്കനെയാകാം പതുക്കനെയാകാം. പതുക്കെ ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് നബിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ ബിസ്മി കൂടി ചെല്ലുക. പിന്നെ അടുത്ത റുക്ന് എന്തായിരിക്കും? വഖിറാഅത്തുൽ ഫാത്തിഹത്തി റുക്നുൻ ഫീ കുല്ലി റക്അത്തിൻ. എല്ലാ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹ ഓതുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ റുക്നാണ്. റുക്ന് എന്ന് പറഞ്ഞാൽ മറന്നിട്ട് ഒഴിവാക്കാൻ പറ്റൂല, അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ പറ്റൂല, അറിയാതെയും ഒഴിവാക്കാൻ പറ്റൂല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തവൻ എന്തില്ല? നിസ്കാരം ഇല്ല. അപ്പോൾ ഒരാൾ ഇമാമാണെങ്കിൽ അയാൾ എന്തായിരിക്കണം? ഫാത്തിഹ ഓതിരിക്കണം. ഒറ്റക്ക് നിസ്കരിക്കുന്നവനാണെങ്കിൽ ഫാത്തിഹ ഓതിരിക്കണം. കാരണം ഫാത്തിഹ അവർക്കൊക്കെ റുക്നാണ്. എന്നാൽ മഅ്മൂമാണെങ്കിലോ ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഹുക്ം എന്താണ്? റുക്നാണോ സുന്നത്താണോ വാജിബാണോ? എന്താണ്? വാജിബാണ്. അവർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതണ്ട എന്നുള്ള അഭിപ്രായമുണ്ട്, അവർക്ക് അവരുടേതായ തെളിവുകളും കാര്യങ്ങളും ഉണ്ട്. എന്നാൽ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവർ ഫാത്തിഹ ഓതണമെന്ന് തന്നെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് ചോദിക്കുകയാണ്, ലഅല്ലക്കും തഖറഊന ഖൽഫ ഇമാമിക്കും, നിങ്ങളെ ഇമാമിൻ്റെ പിന്നിൽ നിന്നിട്ട് ഓതുന്നുണ്ട് അല്ലേ, ഓതുന്നുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചപ്പോൾ സ്വഹാബിമാർ പറഞ്ഞു, അതെ ഞങ്ങൾ ഓതുന്നുണ്ട്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഫ്അലു ഇല്ലാ ബിഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അങ്ങനെ ഓതാവൂ. അല്ലാത്ത എന്ത് ചെയ്യണം? ഇമാം ഓതുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഫാത്തിഹ കഴിഞ്ഞിട്ട് ഇമാമ് പാരായണം ചെയ്യുമ്പോൾ ഇമാമിൻ്റെ കൂടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഓതേണ്ട ആവശ്യമില്ലല്ലോ, ഓതരുത്. ആ ഇമാമിൻ്റെ പാരായണം എന്ത് ചെയ്യാണ്? നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ പതുക്കനെ ഓതുന്ന നിസ്കാരങ്ങൾ എന്ത് ചെയ്യുക? നമ്മളും സൂറത്ത് പാരായണം ചെയ്യുക. അത് സുന്നത്താണ്. നിസ്കാരത്തിൽ നിർബന്ധമായിട്ട് ഓതേണ്ട ഒരേ ഒരു സൂറത്തേ ഉള്ളൂ. അതേതാണ്? സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ്.
ഫാത്തിഹ അല്ലാത്തതൊക്കെ സുന്നത്താണ്. ഫാത്തിഹയ്ക്ക് ശേഷം ഓതുന്ന സൂറത്തുകളൊക്കെ സുന്നത്ത്